കൂടുതൽ ആ ടൈമിൽ ഇവർ രണ്ടുപേരുടെ അടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള. കുഞ്ഞിലോട്ടേ കാണുന്നത് ഈ സംഭവം അടി. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി, വീണ എന്ന് പറയുന്നത്. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. വീഡിയോ കോളിൽ ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി, ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്തോ ചെയ്യണോന്ന് ഇങ്ങനെ അറിയത്തില്ലായിരുന്നു. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാരുണ്ട്. നഷ്ടങ്ങൾ മൊത്തം സംഭവിച്ചുള്ളത് കിച്ചുവിനാണ്. ചെറുപ്പം മുതലേ അവ അനുഭവിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം അമ്മ മറ്റൊരാളുമായിട്ട് ഒളിച്ചോടി പോകുന്നുണ്ട്. അന്ന് അമ്മ നഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു സ്ത്രീയെ കൊല്ലസുതി വിവാഹം കഴിക്കുന്നു. ആ സ്ത്രീക്കും അവനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് 2 മക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് അവൻ മനസ്സിലാക്കുന്നു. നിരന്തരമായിട്ട് വീട്ടിൽ ബഹളങ്ങൾ മാത്രം കണ്ടു വളർന്നൊരു മനുഷ്യനാണ് കിച്ചു. കിച്ചുവിന്റെ ലൈഫിനെ ഈ രീതിയിലാക്കാൻ രേണുസുതി എന്ന ഫേക്ക് നെയിമിൽ അറിയപ്പെടുന്ന രേഷ്മ പി തങ്കച്ചന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് കൊല്ലസുതിയുടെ ലൈഫിലേക്ക് ആ സ്ത്രീ കടന്നു വന്നിട്ട് ഈ പയ്യന്റെ ലൈഫ് ഇല്ലാണ്ടാക്കി എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് കിച്ചു രേണുവിന്റെ ഈ ഒരു കോപ്രായത്തരങ്ങൾക്ക് മറുപടി തരാത്തത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാവും. അതൊന്നും കൂടാതെ മരിച്ചിട്ട് പോലും ആ മനുഷ്യന്റെ ശരീരത്തിനോട് നന്ദികേട് കാണിച്ച രേഷ്മ പി തങ്കച്ചന്റെ ഫാമിലിയെ കുറിച്ചും ഈ പയ്യൻ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന് എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറഞ്ഞു. ഒരുപക്ഷെ അവനെ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും ഇന്ന് ഒരു ഇഷ്ടം തോന്നാൻ ഈ വീഡിയോ കാരണമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെടുന്നു, അല്ല അമ്മ എന്ന് വിളിച്ച എല്ലാ അമ്മമാരും അവന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവന്റെ 3 സുഹൃത്തുക്കളും അവന്റെ അച്ഛന്റെ ഫാമിലിയാണ്. രേഷ്മ പി തങ്കച്ചന്റെ ഫാമിലിക്ക് വേണ്ടത് സാമ്പത്തികം മാത്രമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കും. ഇനി ആ ഇൻഷുറൻസ് തുകയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ഈ കിച്ചുവിന്റെ അവസ്ഥ ഒന്നും പറയാതിരിക്കുക നല്ലത്. കിച്ചുവിന് പല കാര്യങ്ങളും പറയാനുണ്ട്. കൊല്ലസുതിയുടെ ലൈഫിലേക്ക് രേഷ്മ പി തങ്കച്ചൻ കയറി വന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് കൊല്ലസുതിക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ അവിഹിതത്തിലൂടെ അല്ലെങ്കിൽ പ്രണയത്തിലൂടെയാണ് അവിടേക്ക് കയറി ചെല്ലുന്നത്. പിന്നീട് കിച്ചുവിനെ അവര് കൺവിൻസ് ചെയ്യിച്ച് കൊല്ലസുതിയുടെ ലൈഫിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നു. പിന്നെ കിച്ചുവിന് എന്ത് സംഭവിച്ചു എന്നല്ലേ? കിച്ചു ഒരു കാരാഗ്രഹത്തിലെ കടക്കപ്പെട്ട പയ്യനായി മാറുകയാണ്. ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ട അവസ്ഥ വരികയാണ്. ലഹരിക്കും അടിമയാവുന്ന അവസ്ഥയുമുണ്ട്. ഇന്ന് അത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവൻ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ചേർത്ത് വെക്കാൻ ഒരു അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ, ആ അച്ഛൻ പോലും ഇല്ലാണ്ടായി. അച്ഛൻ ഇല്ലാണ്ടായിട്ട് പോലും അതിന്റെ മുകളിൽ താണ്ഡവമാടുന്ന രേഷ്മ പി തങ്കച്ചൻ. നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. കിച്ചു പലതും തുറന്നു പറയുന്നുണ്ട്, പലതും. അതിനകത്ത് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയിരുത്തി കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരോടത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പനുണ്ട് കേട്ടോ ടൈമിലൊക്കെ. ഒറ്റപ്പെടലുകൾ ചെക്കൻ ചെറുപ്പം മുതൽ അനുഭവിച്ചിട്ടുണ്ടോ? ആർക്കും ഇഷ്ടമല്ല എന്ന രീതിയിൽ അവനെ തള്ളി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. രേഷ്മ പി തങ്കച്ചന്റെ ഫാമിലി ആ വീട്ടിലേക്ക് ഇവൻ എത്തുമ്പോൾ ആ ഫാമിലി പോലും ഇവനെ തള്ളി പറഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. അവന് ആർക്കും ഇഷ്ടമായിരുന്നില്ല. അവനെ ചേർത്ത് വെക്കാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ചേർത്ത് വെക്കുമെന്നുള്ള ധാരണയിലാണ് ആ അമ്മ കൊള്ളാം അവരെ കല്യാണം കഴിച്ചോളൂ അച്ഛ എന്ന് പറഞ്ഞത്. പക്ഷെ അവർക്ക് വേണ്ടതൊരു ചവിട്ടുപിടി മാത്രമായിരുന്നു എന്നുള്ളതാ വ്യക്തമായി മനസ്സിലാവുന്നുണ്ടല്ലോ. കൊല്ലസുതി മരിച്ചിട്ടും അതാരാണ് ആഘോഷിക്കുന്നത് എന്നുള്ളത്. ഈ പയ്യൻ എവിടെയെങ്കിലും തന്റെ അച്ഛന്റെ പേരും ചേർത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും കോപ്രായത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് ക്വാളിറ്റി. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറെ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവളുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന. അദ്ദേഹം കടം വാങ്ങി കൂട്ടിയതൊക്കെ എന്തിനാണെന്നൊരു സംശയം ഉണ്ടായിരുന്നില്ലേ? തീർന്നില്ലേ? ആർക്ക് വേണ്ടിയിട്ടാ? രേഷ്മ പി തങ്കച്ചന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കടം വാങ്ങി കൂട്ടിയ മനുഷ്യനാണ് കൊല്ലസുതി. കൊള്ളാല്ലേ? മരിച്ചപ്പോഴും അവർക്ക് തന്നെ ഗുണം, ജീവിച്ചിരുന്നപ്പോഴും അവർക്ക് തന്നെ ഗുണം. നഷ്ടം എപ്പോഴും ഈ പയ്യനും. അച്ഛനാണെങ്കിൽ ഈ അച്ഛന് എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു. നോ പറയാൻ അറിയത്തില്ല. നോ പറയാൻ അറിയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് ഒരു ഇന്റർവ്യൂവിനിടയിലാണ്. അതായത് കൊല്ലസുതി മരിച്ച സമയത്ത് അടക്കം ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ വിവാദം നടന്നത്രേ. അന്ന് ഈ പയ്യനോട് പറഞ്ഞത്രേ, അച്ഛനെ നമുക്ക് സെമിത്തേരിയിൽ അടക്കം ചെയ്യാം. ഇവനാകെ മരവിച്ചു പോയി, എന്ത് പറയണമെന്ന് അറിയില്ല.
അതുകൊണ്ട് അവൻ മൂളി ആ ശരി എന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. പക്ഷെ അതല്ല സംഭവിച്ചിട്ടുള്ളത്. ആ പയ്യനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് മരണം കഴിഞ്ഞ ആ ബോഡി തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ആ വാഹനത്തിൽ പള്ളിയിലുള്ള ആളുകളും കൊല്ലം സുധിയുടെ അളിയനും, അതായത് രേഷ്മ പി തങ്കച്ചന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവും ഉണ്ടായിരുന്നു. അവര് നിർബന്ധിപ്പിച്ചു ജയിച്ചു എന്നാ പറയുന്നത്. ഇതിൽ വലിയ ഒരു വൃത്തികെട്ട ഒരു പരിപാടി തങ്കച്ചനും ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോ മനസ്സിലാവും. അച്ഛന്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്ന ഒരു സ്നേഹം എന്താന്ന് വെച്ചാൽ വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി ഇതൊക്കെ പറയണോന്ന് എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയത്തില്ല എന്തൊക്കെ. സത്യം പറയാച്ച രേഷ്മ പി തങ്കച്ചൻ കൊല്ലം സുധിയെ ട്രാപ്പ് ചെയ്തതാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട്. ആ ഫാമിലിയിലുള്ള ആളുകൾ ജോലിക്ക് പോവുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയുമ്പോൾ തങ്കച്ചന്റെ സ്വഭാവം ഏകദേശം മനസ്സിലായത് നമുക്ക്. ആ വീടുണ്ടാക്കി കൊടുത്ത ആളെ കുറ്റം പറയുകയും ആ വീട് നഖം കൊണ്ട് അടർത്തിയെടുക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. സഹായിച്ച ആളുകളെ തന്നെ പിന്നിൽ നിന്ന് കുത്തിയ മനുഷ്യനാണ്. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല ബ്രോ. ഈ പയ്യൻ ഒറ്റപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അവൻ ഡ്രഗ് അഡിക്ഷൻ ആ ഒരു രീതിയിലേക്ക് പോയി. മദ്യപിച്ച് പോലീസ് പിടിച്ച കഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. പക്ഷെ സാഹചര്യം നിങ്ങൾ നോക്കണം, അവൻ ആ രീതിയിലായി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അത് നിങ്ങൾ മനസ്സിലാവും. അവനെ ചേർത്ത് വെക്കാൻ അവന്റെ 3 കൂട്ടുകാരന്മാരുണ്ട്. അവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവരിങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷെ ആ പയ്യന്മാരാണ് ചെക്കനെ നേരാക്കിയെടുത്തത്. അയാൾക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ പൊക്കോണ്ട് വെക്കുന്നു. ഇപ്പോഴുള്ള 3 പയ്യന്മാരെ കഥയല്ല കേട്ടോ പറയുന്നത്. അവിടെ കോട്ടയത്തൊക്കെ പോയിട്ട് അവൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അച്ഛൻ മരിച്ച സമയത്തേ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല, കയ്യിൽ പൈസ ഒന്നുമില്ല. കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ടായിരുന്നു പയ്യന്. 20 വയസ്സ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല അന്ന്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്ന് തൊട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് ചിലപ്പോൾ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാവും കൊല്ലം ഫാമിലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക വെച്ചാൽ, കൊല്ലം ഫാമിലി പറഞ്ഞാൽ ഈ തറവാട്ടിൽ നിന്നും രേഷ്മ പി തങ്കച്ചനെ ഇറക്കി വിട്ടതാ. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് ഇവർ ഇറക്കി വിട്ടു. നേരെ കോട്ടയത്തേക്ക് എത്തുന്നു. കോട്ടയത്ത് വെച്ചിട്ടാണ് ഈ പയ്യൻ ശരിക്ക് ഒറ്റപ്പെടൽ മനസ്സിലാക്കുന്നത്. രേഷ്മ പി തങ്കച്ചൻ എന്തിനാണോ കൊല്ലം സുധിയെ കല്യാണം കഴിച്ചത്, അവരുടെ മധുവിധമൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവല്ലോ. അപ്പൊ ഈ പയ്യനെ നോക്കും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒന്ന് പോടാ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അവൻ ഒറ്റപ്പെട്ടു, അവരവരുടെ ലൈഫ് ആഘോഷിച്ചു. കൊല്ലസുതി അടക്കം റൂമിലേക്ക് കയറി വരത്രേ ഇവന് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട്. അതല്ലാതെ വരാറില്ല എന്നുള്ളത്. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. ഈ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിന്നോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വെറുപ്പ് പോവും, ഉറപ്പാ. രേഷ്മ പി തങ്കച്ചനെ തോളത്തേറ്റി നടക്കുന്ന കുറെ ആളുകളില്ലേ, അവര് വീഡിയോ കാണണം. വിധവയാണ് അതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ. ഈ പയ്യന്റെ ലൈഫ് ഏത് രീതിയിലാണ് രേഷ്മ പി തങ്കച്ചൻ ആക്കിയെടുക്കുന്നത് കണ്ടില്ലേ. അച്ഛന്റെ കൂടെ എവിടെയെങ്കിലും പോവാൻ പോലും അനുമതിയുണ്ടായിരുന്നില്ല. അതൊക്കെ അവർക്ക് ദേഷ്യമായിരുന്നു എന്നാ പറയുന്നേ. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, നിങ്ങൾ ഇത് കേൾക്കണം. ഇവന്റെ നാക്കിൽ നിന്ന് തന്നെ കേൾക്കണത്. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്യുന്ന, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു, അച്ഛൻ. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാ രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട്, ഈ ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ വെച്ചാൽ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം ഞാൻ കിടന്നുറങ്ങി. എന്നെ അമ്മ ഒന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, നീ അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കുക. ഞാനിപ്പം എണീക്കുന്നു, നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട്
എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോഴേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ട അച്ഛന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ഇനി അങ്ങോട്ടാണ് നിങ്ങൾ ശരിക്കും കേൾക്കേണ്ടത്. മരിച്ചുപോയ കൊല്ലസുധിയുടെ ഭൗതിക ശരീരത്തിനോട് പോലും അവർ എന്ത് കാണിച്ചു എന്ന് നിങ്ങളത് കണ്ടറിയണം. മരണവാർത്തയെ അറിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചൊക്കെ പോയി എന്നാ പറയുന്നത്. ആ ഫോൺ എടുത്ത് എറിഞ്ഞ് എന്തോ അനൂപേട്ട പറയുന്ന, അങ്ങനെ അനൂപേട്ട ചോദിച്ചേ എന്തോ അനൂപേട്ട പറയുന്ന. അപ്പൊ ഒരു കാലിന്റെ എന്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തുപോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന ആരാന്നറിയോ? അവൻ ഈ സത്യം ഇത്രയും നാള് മറച്ചു വെച്ചത് അത് പുറത്തേക്ക് തോണ്ടുന്നത് ആരാന്നറിയോ? അത് വിധി മാത്രമല്ല, രേഷ്മ പി തങ്കച്ചന്റെ ഈ പ്രഹസനങ്ങൾ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. കൊല്ലസുധി മരിച്ചിട്ട് പോലും വിറ്റ് കാശാക്കുന്ന രേഷ്മ പി തങ്കച്ചൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവളുടെ ഫാമിലിയെ പോലും കൊല്ലസുധിയെ കൊണ്ട് നോക്കിപ്പിക്കുന്ന അവസ്ഥ വന്നു എന്നുള്ളതാണ്. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഭാഗങ്ങൾ കേൾക്കണം. അപ്പോഴത്തേക്കും കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നിടത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ മനസ്സിലെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും, ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും. എനിക്ക് ആ ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് സ്റ്റക്കായി ലൈഫ്, ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നു. എന്റെ തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഒന്നും മിണ്ടാതെ. എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും. വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്കൊരു വികാരവും മനസ്സിലാവില്ല എന്നുള്ളതാണ്. പക്ഷെ വേണ്ടപ്പെട്ടവരല്ലെങ്കിൽ വെറും ഒരു ചവിട്ടുപടിയായി മാത്രം കാണുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്കത് ആഘോഷിക്കാം മോനെ, അവർക്കത് ആഘോഷിക്കാം. നഷ്ടപ്പെട്ടത് മൊത്തം നിനക്ക് മാത്രമാണ്. ആദ്യം നിന്റെ പെറ്റമ്മ പോകുന്നു, അത് കഴിഞ്ഞ് മറ്റൊരു അമ്മ വരുന്നു, അത് കഴിഞ്ഞ് മൂന്നാമതൊരു അമ്മ വരുന്നു. എല്ലാവരും നിന്നെ തള്ളി മാറ്റി. നിന്നെ ചേർത്ത് വെക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് നീ ഒറ്റപ്പെട്ടു പോകുന്നതിന് കാരണം അത് രേണു തന്നെയാണ്. എറണാകുളത്തൊക്കെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണല്ലോ ആ സ്ത്രീ കയറി വരുന്നത്. നിന്നെ കൺവിൻസ് ചെയ്യിച്ച് നിന്റെ അച്ഛന്റെ ലൈഫിലേക്ക് കയറി വന്ന് നിന്നെ വീണ്ടും കാരാഗ്രഹത്തിലേക്ക് ആക്കിയത് അത് ആ സ്ത്രീ തന്നെയാ. ബാക്കി ആദ്യ അച്ഛനെ അവിടെ പോയി കണ്ട് ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂം ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. അവൻ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്തിട്ട് മനസ്സിലത് കയറി വന്നിട്ടുണ്ടോ. അന്ന് അച്ഛനെ കണ്ട ആ ഒരു മുഖം, ആ ഒരു ഭാവം, അതെല്ലാം മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ. അവൻ വീണ്ടും വിഷമത്തിലേക്ക് പോവുക. ചേർത്ത് വെക്കാൻ ആരുമില്ല. കൂടെ നിൽക്കേണ്ട രേഷ്മ പി തങ്കച്ചൻ അവളിങ്ങനെ ആഘോഷിച്ച് നടക്കുക. കണ്ണി കണ്ട ബാറുകളുടെയൊക്കെ ഉദ്ഘാടനത്തിനും സബ്സ്ക്രിപ്ഷനൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ നടക്കുക. ചേർത്ത് വെക്കേണ്ടവരായിട്ട് ആരുമില്ല. ഈ പയ്യന് ചേർത്ത് വെക്കാൻ ആരുമില്ല. കോട്ടയത്ത് പോയപ്പോ ചെക്കൻ ആ വീട്ടിൽ നിന്ന് അനുഭവിച്ച ആ ഒരു പീഡനത്തെ കുറിച്ച് അവൻ പറയുന്നുണ്ട്. എന്തോ ചെയ്യണോന്ന് ഇങ്ങനെ അറിയത്തില്ല, അങ്ങോട്ട് എന്തോ ഇതാവും, ഞാരുണ്ട്, എന്തിനും വിളിക്കും. അങ്ങനെ നിൽക്കാൻ നേരത്തെ അനൂപേട്ടൻ വന്നിട്ടുണ്ട്, അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിന്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരും എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അളിയനും. മരിച്ചിട്ടും ആ മനുഷ്യനൊരു സമാധാനം കൊടുത്തില്ല. പള്ളിക്കമ്മറ്റിക്കാരാത്രേ വണ്ടിയിൽ മൊത്തം ഉണ്ടായിരുന്നത്. ആ പയ്യനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ആ ഭൗതിക ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത് ആരാ? രേഷ്മ പി തങ്കച്ചന്റെ ചേച്ചിയുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ആരാണ് കൊല്ലസുധിയെ മതം മാറ്റിയത്? എന്തിനാണ് മതം മാറ്റിയത്?
ഒരു പിടുത്തം കിട്ടുന്നില്ല. ശരിക്കും കൊല്ലം സുധിയുടെ ഫാമിലിക്കല്ലേ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വിട്ടുകൊടുക്കേണ്ടത്? പകരം ചെയ്തത് ഇവരങ്ങ് ഏറ്റെടുത്തു. ഈ ഏറ്റെടുത്തതിന് ശേഷം ഇതാണ് നിങ്ങൾ രേഷ്മ പി തങ്കച്ചന്റെ സ്വഭാവം ഒന്ന് കണ്ടു നോക്കും നിങ്ങൾ. ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സുകാരുടെ കൊടുക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. അപ്പം അനൂപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും നായില വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. അങ്ങനെ മൊത്തം ഒരു 89 രൂപ എങ്ങാണ്ട് ബില്ലായി. ആ ശരീരം വെച്ചിട്ടും കളിച്ചു അവര്. എന്നിട്ട് തങ്കച്ചൻ കൊണ്ടുകൊടുത്ത ബില്ല് കണ്ടില്ലേ? ഈ പയ്യനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് ചെക്കനെ തിരിഞ്ഞു പോലും നോക്കാത്ത തങ്കച്ചൻ 1,80,000 രൂപയുടെ ബില്ല് പയ്യന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു എന്നുള്ളത്. അയാളുടെ സ്വഭാവം എന്താണ് ഏതാണെന്ന് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ പഴയ ഇന്റർവ്യൂ നോക്കിയാൽ മനസ്സിലാവും. അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് പോവാ, നീ അവിടെ നിന്ന് ഇതാക്ക്, അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞ് എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. കാരണം അവർക്ക് നിന്നെ വേണ്ട. അവർക്ക് വേണ്ടത് കൊല്ലം സുധിയും അയാളുടെ ഫണ്ടും മാത്രം. നീ അവർക്കൊരു ബാധ്യതയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നിന്നെ തീറ്റിപ്പോറ്റുമ്പോൾ അവർക്ക് ഗുണമില്ല എന്ന് കരുതിക്കൊണ്ടാകാം. എന്നിട്ട് നോക്കണം, 20 വയസ്സുള്ള ആ പയ്യൻ അന്ന് കൂലിപ്പണിക്ക് പോവുക. +2 +1 ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കൂലിപ്പണിക്ക് പോയിട്ട് കുടുംബം നോക്കുക. ആ സമയത്താണ് അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കോൾ ചെയ്ത് ഇവന്റെ ഈ അനുഭവങ്ങളൊക്കെ കാണുന്നത് മനസ്സിലാക്കുന്നത്. വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. അതുകൊണ്ട് മാത്രം ആ പയ്യൻ ഇന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിലെങ്കിലും കാണുന്നു. അല്ലെങ്കിൽ അവന്റെ ലൈഫ് എന്തായിരിക്കും? ഇനി എന്തുകൊണ്ടാണ് രേഷ്മ പി തങ്കച്ചനെ താനൊന്നും പറയാത്തത്, എന്തുകൊണ്ട് തിരുത്തുന്നില്ല എന്നുള്ളതിനൊരു ഉത്തരം, കൃത്യമായ ഉത്തരം കേട്ടോ. ഹാപ്പി ആയിട്ട് ഇപ്പൊ പോവാ. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പൊ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് ഞാൻ ഇപ്പൊ മനസ്സിലായി. ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എങ്ങനെ പറയാനാ? ഒന്നും പറയാൻ പറ്റില്ല. അച്ഛന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നത് കാണുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവരില് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അച്ഛന്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ബന്ധം ഉപയോഗിക്കാൻ കഴിയും. ഫേക്ക് നെയിമിലാണെങ്കിൽ പോലും അച്ഛന്റെ പേര് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, രേണു സുധി എന്ന പേര് വെച്ചിട്ട്. ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒറ്റപ്പെട്ടത് മൊത്തം ഈ പയ്യനാണ്, നഷ്ടപ്പെട്ടത് മൊത്തം ഈ പയ്യനാണ്. ഈ പയ്യനെ ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ളതാണ്. നമ്മൾ കൊല്ലം സുധി ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ കുറെ നല്ല നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടതുകൊണ്ടാണെന്നുള്ളതാണ്. എന്നാൽ ഇഷ്ടപ്പെടാതെ ആവുന്നത് കൊല്ലം സുധിയെ വിറ്റ് കാശാക്കുന്ന രണസുന എന്ന് പറയുന്ന ആ ഒരു ഒറ്റ സ്ത്രീ കാരനാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഇടക്കിടക്ക് കിച്ചു വിളിക്കാറുണ്ട്, ഇടക്ക് വിളിക്കാറുണ്ട്, ഇടക്ക് പൈസ ചോദിക്കാറുണ്ട്, ഇടക്ക് പൈസ കൊടുക്കാറുണ്ട്. ഈ രീതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാ ഇന്നും കൂടി വിളിച്ചോളൂ, ഇപ്പം കൂടി വിളിച്ചോളൂ എന്ന് പറയുന്നില്ലേ? ഈ പയ്യൻ ആ സ്ത്രീയുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ല, ഒരു ആത്മബന്ധം തോന്നണ്ടോ? അത് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം സുധി ആ രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുടുംബം പോലും നോക്കാൻ കൊല്ലം സുധിയുടെ തലയിൽ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ. ഇനി നിങ്ങൾ തന്നെ പറ, രേഷ്മ പി തങ്കച്ചനെ നിങ്ങൾക്ക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? എന്റെ പൊന്നുമക്കൾ ഇഗ്നോർ ചെയ്ത് പോ അതിന്റെ വീഡിയോസ് ഒക്കെ. അപ്പൊ തന്നെ ഈ അഹങ്കാരം ഒന്ന് കുറഞ്ഞു കിട്ടുന്നുള്ളതാ. ഇവിടെ ശരിക്ക് ആരെയാണ് സ്വീകരിക്കപ്പെടേണ്ടത്? അവർ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാ. കൊല്ലം സുധിയുടെ കഴിവുകൾ കിട്ടി പയ്യൻ നന്നായി പാട്ട് പാടും അല്ലെ? ഇനി ഒന്ന് ചിലപ്പോൾ ട്രെയിൻ ചെയ്യിച്ച് അവൻ ചിലപ്പോൾ മിമിക്രിയും കാണിച്ചെന്നും വരും. ആ കഴിവുകളുള്ള ആളെ സപ്പോർട്ട് ചെയ്യും. ആ കഴിവുകൾ പോലും വിറ്റ് കാശാക്കി ഒരു കഴിവുമില്ലാതെ കോപ്രായത്തരങ്ങൾ കാട്ടി നടക്കുന്ന രണസുനയെ പോലെയുള്ള ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ഞാൻ കാര്യമായിട്ട് പറയാം. ഇനി ആ ഒരു ഇൻഷുറൻസ് തുകയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പയ്യനെ തീരെ നോക്കില്ല, അവര് തിരിഞ്ഞു പോലും നോക്കില്ല. അല്ല, ഇവനത് ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം അമ്മാതിരി ഊളത്തരം ആ പയ്യനെ അവർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാം. രേണുസുധിയാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഈ പയ്യനെയാണോ ഇഷ്ടം? വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.